ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ്. നമുക്ക് എല്ലാവർക്കും കുക്കിംഗ് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്ലീനിങ് ജോലി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ ക്ലീനിങ്ങിന് വേണ്ടി ഒരുപാട് ഐറ്റംസ് ഒക്കെ ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതും ഒരുപാട് വിലയൊന്നും കൊടുക്കണ്ട, വളരെ കുറഞ്ഞ വിലയിൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഞാൻ ഈയിടെയായിട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു 3-4 ഐറ്റംസ് നിങ്ങളെ ഒന്ന് കാണിക്കാം. അപ്പോൾ അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ വീഡിയോ കണ്ടു നോക്കാം. ഇതിൽ പലതും മിക്കവരുടെയും വീട്ടിൽ കാണും, എങ്കിലും കാണാത്തവർക്കും അറിയാത്തവർക്കും വേണ്ടി ഇത് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയാണ്. അപ്പോൾ കണ്ടു നോക്കാം. ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഇത് കണ്ടില്ലേ, ഇതൊരു സിങ്ക് ക്ലീനിങ് ബ്രഷാണ്. അപ്പം നമുക്കിത് നല്ല യൂസ്ഫുള്ളാണ്. നമ്മൾ സാധാരണയായിട്ട് ഞാനൊരു പഴയ സ്ക്രബ്ബറൊക്കെ വെച്ചിട്ടായിരുന്നു സിങ്കൊക്കെ ക്ലീൻ ചെയ്തിരുന്നത്. അപ്പോൾ ഇനി മുതൽ അത് വേണ്ട. ഇതുപോലത്തെ ഈ ഒരു നല്ല ഒരു ഹാൻഡിലും കാര്യങ്ങളും ഒക്കെയുള്ള നല്ലൊരു സ്ക്രബും കൂടെ ഉള്ള ഒരു ബ്രഷാണിത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് സിങ്കിലേക്ക് നമ്മൾ ഏത് ലിക്വിഡൊക്കെയാണോ യൂസ് ചെയ്യുന്നത് അത് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്താൽ മാത്രം മതി. വളരെ പെട്ടെന്ന് നമുക്ക് സിങ്ക് ക്ലീനിങ് പരിപാടി കഴിയും. ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടാണ് തോന്നിയിരിക്കുന്നത്. ഇതിൻ്റെ ഹാൻഡിലിൽ നമുക്കിത് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം ഹാങ് ചെയ്തിടാൻ പറ്റി ചെറിയൊരു ഹോളും കൂടെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിത് ഉപയോഗിച്ച ശേഷം ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കിത് ഹാങ് ചെയ്തിടാം. അപ്പം നമുക്ക് പിന്നീട് ഉപയോഗിക്കാൻ നോക്കുമ്പോഴത്തേക്കും അതേപോലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയിട്ട് നല്ലപോലെ ഡ്രൈ ആയിരുന്നുള്ളൂ. അപ്പോൾ ഇത് വാങ്ങിച്ചിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കുക. ഇതിൻ്റെ കൂടെ നമുക്ക് സെപ്പറേറ്റ് ഇതുപോലത്തെ ഒരു സ്ക്രബ്ബർ ഫ്രീ ഉണ്ട്. ഇതിൻ്റെ പ്രൈസ് 155 റുപ്പീസാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് നോക്കാം. ഇതും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ക്ലീനിങ് ബ്രഷാണ്. ഇത് വളരെ തിന്നായിട്ടുള്ളൊരു ബ്രഷാണ്. അപ്പം നമുക്ക് വലിയ ബ്രഷും അതുപോലെ തന്നെ സ്ക്രബ്ബറും കാര്യങ്ങളും ഒന്നും എത്താത്തടത്ത് ഈ ഒരു ബ്രഷ് വെച്ച് നമുക്ക് ഒരുപാട് ഐറ്റംസ് ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതെന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. എങ്കിൽ നമുക്ക് ആദ്യം ഈ ബ്രഷ് വെച്ചിട്ട് ഗ്യാസ് സ്റ്റവ് ടോപ്പ് ക്ലീൻ ചെയ്യാം. ഗ്യാസ് സ്റ്റവ് ടോപ്പൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പം വലിയ ബ്രഷൊക്കെ ആണെങ്കിലും സ്ക്രബ്ബറൊക്കെ ആണെങ്കിലും നമുക്ക് ഇതിൻ്റെ ഒരു ബർണറൊക്കെ ഇരിക്കുന്ന ആ ഒരു ഇടഭാഗത്തൊക്കെ ശരിക്കും ക്ലീൻ ആക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഈ ഒരു തിൻ ബ്രഷ് ആകുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ബർണറിൻ്റെ ഇടവശത്തൊക്കെ ഉള്ളതൊക്കെ നല്ലപോലെ ക്ലീൻ ആയി കിട്ടും. തിളച്ചിയാടി ഇതൊക്കെ എന്തായാലും ഈ ഒരു ഇടവശത്തൊക്കെ കിടക്കും. അതൊക്കെ നമുക്ക് വലിയ ബ്രഷൊക്കെ വെച്ചാൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് വെച്ച് നമുക്ക് നല്ലപോലെ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ബ്രഷിൻ്റെ ടെയിൽ ഭാഗം വെച്ചിട്ട് അവിടെ വളരെ തിന്നായതുകൊണ്ട് നമുക്ക് ഈ ഒരു ഭാഗമൊക്കെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റും. നമ്മൾ സ്ക്രബ്ബറോ വലിയ ബ്രഷോ ഒക്കെ വെച്ച് ക്ലീൻ ചെയ്താൽ ഈ ഭാഗത്തൊക്കെ ഇരിക്കുന്ന ആ ഒരു ചെളിയും കാര്യങ്ങളും ഒന്നും പോകണമെന്നില്ല. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് ആ ഭാഗമൊക്കെ നല്ലപോലെ ക്ലീൻ ആക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ബ്രഷാണ്. ഇനി നമുക്ക് ഈ ബ്രഷ് വെച്ചിട്ട് തന്നെ നമ്മുടെ കാസറോളിൻ്റെ അടപ്പിൻ്റെ ആ ഒരു ചെറിയ ഗ്യാപ്പൊക്കെ വരുന്നിടയില്ലേ, അവിടെയൊക്കെ നമ്മൾ സ്ക്രബ്ബറൊക്കെ വെച്ച് എത്ര ക്ലീൻ ആക്കിയാലും ചിലപ്പം അതിൻ്റെ ഉള്ളിലൊക്കെയുള്ള ആ ഒരു ചെറിയ രീതിയിലുള്ള അഴുക്കൊക്കെ കാണും. അതൊന്നും പോകണമെന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്രഷ് നമ്മുടെ ഈ ഒരു കാസറോളിൻ്റെ അടപ്പും അതുപോലെ തന്നെ കാസറോളിൻ്റെ ഇതുപോലുള്ള സൈഡിലൊക്കെയുള്ള അഴുക്കൊക്കെ പോകാൻ നല്ല യൂസ്ഫുള്ളാണ്. അങ്ങനെ നമുക്ക് ഈ ബ്രഷ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ സ്ക്രബ്ബറൊക്കെ വെച്ച് ക്ലീൻ ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു തിൻ ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടൈപ്പ് ബ്രഷ് ഞാൻ 2 വാങ്ങിയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്യാസ് സ്റ്റവും പിന്നെ ഇതുപോലെ ടാപ്പുകളൊക്കെ ക്ലീൻ ചെയ്യാനും ഈ ബ്രഷ് നല്ലതായതുകൊണ്ട് അപ്പോൾ ഞാൻ ഇതുപോലത്തെ ബ്രഷ് വെച്ച് തന്നെ ഇത് നമ്മുടെ ടാപ്പിൻ്റെ നമുക്ക് സ്ക്രബ്ബറൊക്കെ വെച്ച് ക്ലീൻ ചെയ്യാൻ പറ്റാത്ത ഇതുപോലെ ചെറിയ ഗ്യാപ്പിലൊക്കെ നമുക്ക് ഈ ബ്രഷ് വെച്ചിട്ട് ടാപ്പും ഒക്കെ ക്ലീൻ ചെയ്യാൻ പറ്റും. ഈ ക്ലീനിങ് ബ്രഷിന് വലിയ വിലയൊന്നുമില്ല. ഇതിൻ്റെ പ്രൈസ് 49 റുപ്പീസാണ്. അതുകൊണ്ട് തന്നെ ഞാൻ 2 വാങ്ങിയായിരുന്നു. അപ്പം പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് നോക്കാം. ഇത് ഗോദ്രേജിൻ്റെ മാജിക് ഹാൻഡ് വാഷ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരു പൗഡറാണ് കേട്ടോ. ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന് വെറും 10 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. അപ്പോൾ നമുക്കിത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനുള്ളിലൊരു ചെറിയ ട്യൂബാണ്. ആ ട്യൂബിലൊരു പൗഡറാണ്. ഇത് നമുക്ക് 200 മില്ലി വെള്ളത്തിൽ, സാധാരണ വെള്ളത്തിൽ നമ്മളിത് മിക്സ് ചെയ്ത് വെക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് നമുക്ക് നല്ലൊരു മണി സേവിങ് പ്രൊഡക്റ്റായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. കാരണം വെറും 10 രൂപയാണ് ഇതിനുള്ളൂ. നമ്മൾ സാധാരണ ഒരു ബോട്ടിൽ ഹാൻഡ് വാഷൊക്കെ വാങ്ങിക്കുമ്പോൾ തന്നെ അത്യാവശ്യം 100, 100 അങ്ങനെയൊക്കെ പ്രൈസല്ലേ കൊടുക്കേണ്ടത്. ഇതാകുമ്പോൾ വെറും 10 രൂപയ്ക്ക് നമുക്ക് 200 മില്ലി ഹാൻഡ് വാഷ് നമുക്ക് ലഭിക്കും. ഇതിപ്പോൾ നീമും ആലോവേറയും കൂടെ ചേർന്നിട്ടുള്ളതാണ്. ഇതിൻ്റെ തന്നെ പല പല വെറൈറ്റീസ് കിട്ടും. ലെമണിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ നീം തന്നെ ഉള്ളതുണ്ട്. അങ്ങനെ പല പല ഇത് കിട്ടും. അപ്പം നമുക്ക് ഇത് വെറും 10 രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു ഹാൻഡ് വാഷ് റെഡിയാക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ മുഴുവൻ പൊട്ടിച്ചിട്ടതിന് ശേഷം ഒന്ന് ഷേക്ക് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ സാധാരണ ഹാൻഡ് വാഷ് പോലെ തന്നെ ഇതിന് നല്ലൊരു സ്മെല്ലുമാണ്. പിന്നെ നല്ല പതയുണ്ട്, നല്ലപോലെ ക്ലീൻ ആകുന്നുമുണ്ട്. അപ്പോൾ ഞാനിത് ഒരു പ്രാവശ്യം യൂസ് ചെയ്തത് കൊണ്ടാണ് നമ്മളിത് കാണിച്ചിരിക്കുന്നത്. കൊറോണ ടൈമൊക്കെ ആയപ്പോൾ തുടങ്ങിയാണ് എല്ലാവരും തന്നെ സാനിറ്റൈസറും ഹാൻഡ് വാഷും ഒക്കെ ഡെയിലി യൂസ് ചെയ്യാൻ തുടങ്ങിയത് അല്ലേ. അപ്പോൾ ഇത് 10 രൂപയ്ക്ക് നല്ല വെർത്തായതുകൊണ്ടാണ് ഞാനിത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്ത്. കണ്ടിട്ടില്ലാത്തവർ ഇത് കണ്ടിട്ട് ഷോപ്പിലൊക്കെ ഒന്ന് അന്വേഷിച്ചാൽ മതി കേട്ടോ, കിട്ടും.
ഇനി നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് നോക്കാം. ഇതൊരു ക്ലീനിങ് ടവലാണ്. നമുക്കിത് കിച്ചണിലൊക്കെ നല്ല യൂസ്ഫുള്ളാണ്. ഇത് നല്ല സോഫ്റ്റുമാണ്, മൈക്രോഫൈബറാണ് ഇത് കേട്ടോ. നമ്മൾ പണ്ട് കാലത്തൊക്കെ ഇതുപോലെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ പഴയ ബെഡ്ഷീറ്റോ നൈറ്റിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു കട്ട് ചെയ്ത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും നമുക്കത് യൂസ് ചെയ്യാം, എങ്കിലും അതിലൊക്കെ കുറച്ചുകൂടി എളുപ്പത്തിൽ എണ്ണമഴുക്കൊക്കെ പോയി കിട്ടാനായിട്ട് ഇതുപോലുള്ള മൈക്രോഫൈബർ ടവലുകൾ നല്ലതാണ്. പഴയ നൈറ്റിയും ബെഡ്ഷീറ്റും അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തൊരു ബോക്സ് വെച്ചാൽ അതും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് നല്ലൊരു യൂസ്ഫുൾ പ്രൊഡക്റ്റ് നോക്കാം. ഇതാണ് കാർപ്പറ്റ് ക്ലീനിങ് ബ്രഷ്. ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഫ്ലോറിലൊക്കെ ഇട്ടിരിക്കുന്ന കാർപ്പറ്റും ചെറിയ ചെറിയ മാറ്റുകളൊക്കെ ഉണ്ടല്ലോ, അതിലെ പൊടിയൊക്കെ നല്ലപോലെ പോയി കിട്ടും ഈ ഒരു ബ്രഷ് വെച്ചിട്ട്. പിന്നെ ഇത് വെച്ചിട്ട് നമുക്ക് ഡൈനിങ് ടേബിളിലും അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പിലൊക്കെയുള്ള പൊടി പോകും, ജനലയിലും ഒക്കെ ഉള്ളത്. പക്ഷേ എനിക്കിത് കാർപ്പറ്റ് ക്ലീനിങ്ങിനാണ് കൂടുതൽ ഉപയോഗപ്രദമായിട്ട് തോന്നിയത് കേട്ടോ. നല്ലപോലെ പൊടിയൊക്കെ പോകുന്നുണ്ട്. നമ്മൾ ചൂലൊക്കെ വെച്ചിട്ട് അടിച്ചിട്ട് പോകാത്ത പൊടിയൊക്കെ ആ ഒരു ബ്രഷ് വെച്ചാൽ നല്ലപോലെ ക്ലീൻ ആകും. ഇനിയിപ്പോൾ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് എല്ലാ വീട്ടിലും തന്നെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഇതുപോലത്തെ ഒരു ഗ്ലൗസ്. കൂടുതൽ സോപ്പ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ അലർജിയൊക്കെ ഉള്ളവർക്ക് ഇതുപോലത്തെ ഗ്ലൗസ് നല്ലതാണ്. ഇതുപോലെ ഇച്ചിരി ഗ്രിപ്പ് ഉള്ളതാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അഴുക്കും ചെളിയും കാര്യങ്ങളൊക്കെ പോയി കിട്ടുകയും ചെയ്യും. ഇനി നമ്മുടെയൊക്കെ കിച്ചണിൽ അത്യാവശ്യം വേണ്ട ഒരു ക്ലീനിങ് ടൂൾസ് തന്നെയാണ് ഈ ഒരു കിച്ചൺ വൈപ്പർ. കൗണ്ടർ ടോപ്പിലൊക്കെ കുറച്ച് വെള്ളമൊക്കെ കിടന്നാൽ നമുക്ക് ഈ ഒരു വൈപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്താൽ മതി, പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടിക്കോളും. അടുത്ത നല്ലൊരു ക്ലീനിങ് പ്രോഡക്റ്റാണ് ഈ ഒരു ടൈൽ ക്ലീനിങ് ബ്രഷ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ബ്രഷ് വന്നിട്ടുള്ളത് അയൺ സ്ക്രബാണ്. ഇത് വെച്ചിട്ട് കുട്ടികൾക്കാണെങ്കിൽ പോലും വളരെ ഈസി ആയിട്ട് നല്ല അഴുക്കൊക്കെയുള്ള ടൈൽസിൽ ഒക്കെ അഴുക്കൊക്കെ കളയാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഈ ഒരു സ്ക്രബിലേക്ക് ഒരല്പം നമുക്ക് ഡിറ്റർജൻറ്റോ ഡിഷ് വാഷ് ലിക്വിഡോ എന്തെങ്കിലും ഒന്ന് ഒഴിച്ചിട്ട്, നല്ല ക്ലീനിങ് സൊല്യൂഷൻ എന്തെങ്കിലും ഒഴിച്ചിട്ട് ഇതുപോലെ നല്ല അഴുക്കുള്ള ടൈൽസിലേക്കൊന്ന് റബ്ബ് ചെയ്താൽ മതി. ഈ ഒരു ബ്രഷ് വെച്ചിട്ട് നമുക്ക് ബാത്റൂം ടൈൽസും അതുപോലെ തന്നെ വോൾ ടൈലും നല്ല അഴുക്കുള്ള ടൈൽസൊക്കെ എവിടെയുണ്ടോ അതെല്ലാം നല്ലപോലെ നമുക്ക് ക്ലീനായി കിട്ടും. ഞാനിപ്പോൾ എന്ത് ചെയ്ത് കിച്ചണിലെ ആ ഒരു വോൾ ടൈലിൽ കുറച്ച് കരി പോലെയൊക്കെ ഉണ്ടായിരുന്നു, അതൊന്ന് ക്ലീൻ ആക്കുകയാണ് ചെയ്തത്. ഇനിയിപ്പോൾ പുറത്ത് നമ്മുടെ ആ ഒരു സിങ്കിൻ്റെ അവിടുത്തെ വൈറ്റ് കളറുള്ള ഒരു ടൈലൊക്കെയാണ്, അതിലും നല്ല അഴുക്കുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, വളരെ എളുപ്പത്തിൽ നമുക്കൊന്ന് റബ്ബ് ചെയ്താൽ മതി. ഒരു 2 മിനിറ്റ് പോലും എടുക്കുന്നില്ല. കണ്ടോ, പെട്ടെന്ന് തന്നെ നല്ലപോലെ ക്ലീനായി കിട്ടും. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കുക. അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 150 റുപ്പീസാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ. ഇന്ന് കാണിച്ചിട്ടുള്ള ക്ലീനിങ് ടൂൾസ് എല്ലാം എല്ലാ വീട്ടമ്മമാർക്കും ഇഷ്ടപ്പെട്ടു, യൂസ്ഫുള്ളായി എന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് കാണാം. എല്ലാവരും സന്തോഷമായിട്ട് സേഫായിട്ടൊക്കെ ഇരിക്കുക. ടേക്ക് കെയർ, ബൈ ബൈ.